ബാധിച്ച അങ്ങ് എന്റെ സമീപത്ത് നിന്നും അന്തകനെ തിരിച്ചു വിളിച്ചു എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ നീലകണ്ഠ, ഭഗവാനെ, വിഷം പാനം ചെയ്ത അങ്ങ് തന്നെയാണ് എന്നെ ബാധിച്ചിരുന്ന വിഷം നീക്കം ചെയ്തതെന്ന് ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു ഭഗവാനെ. മീനാക്ഷിയല്ലേ അത്? ഞാൻ സ്വപ്നം കാണുകയാണോ? മീനാക്ഷി തന്നെയാ. ഇതെന്തു മറിമായം? മീനാക്ഷി, പ്രദോഷവ്രതം നോറ്റുപോയതിനു ശേഷം മീനാക്ഷി ഇന്നാണല്ലോ കാണുന്നത്. എനിക്കൊരു ആപത്തുണ്ടായി തിരുമേനി. എങ്ങനെയാണെന്നറിയില്ല, എന്റെ ദേഹത്ത് ഉഗ്രമായ വിഷബാധയുണ്ടായി. ഉഗ്രവിഷ ആസകലം ബാധിച്ച് ബോധം കെട്ട അവസ്ഥയിലായ എന്റെ മരണം ഏവരും ഉറപ്പിച്ചതാണ് തിരുമേനി. അവസാന നിമിഷത്തില ഒരു വൈദ്യനാഥനും ഭാര്യയും വന്നത്. വൈദ്യനാഥൻ ഒന്ന് സ്പർശിച്ചതേ ഉള്ളൂ, എന്റെ വിഷബാധ എല്ലാം നീങ്ങിക്കിട്ടി. സ്പർശനം മാത്രമേ വിഷം നീങ്ങിക്കിട്ടണമെങ്കിൽ ആ വൈദ്യനാഥൻ സാധാരണപ്പെട്ടൊരു വൈദ്യനല്ലല്ലോ. വൈദ്യനാഥനും ഭാര്യയും സാക്ഷാൽ ശിവപെരുമാളും പാർവതി ദേവി ആയിരുന്നു തിരുമേനി. ശിവന്റെയും പാർവതിയുടെയും നീങ്ങി മറയുന്ന രൂപങ്ങൾ പൂങ്കുടിക്ക് കാണാൻ ഭാഗ്യമുണ്ടായി. ഞങ്ങൾക്കാർക്കും ആ ദർശനം ലഭിച്ചില്ല. ശ്രീനീലകണ്ഠ, ഭഗവാനെ, അവിടുത്തെ ലീലാവിലാസങ്ങൾക്ക് മുമ്പിൽ അടിയൻ ശിരസ് നമിക്കുന്നു. ഉത്തമ ഭക്തിയായ മീനാക്ഷിയെ കൈവിടാത്ത ശിവപെരുമാൾ, നിഷ്കളങ്ക ഭക്തിയായ പൂങ്കുടിക്ക് മാത്രം ദർശനം നൽകിയ ഉമാമഹേശ്വരന്മാർ, ശംഭോ മഹാദേവ. ഗുണാള, അങ്ങുന്നേ, നിവേദ്യത്തിന് കൽപ്പിച്ചനുവദിക്കുന്ന സാധന സാമഗ്രികളിൽ നിന്നും കുറച്ച് അരി, ശർക്കര, പഞ്ചസാര, നെയ്യ്, നാളികേരം എന്നിവ നിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് എടുത്തു മാറ്റിക്കോളൂ. ശരിയാങ്ങുന്നേ. ആർക്കും ഒരു സംശയത്തിന് ഇടം നൽകരുത്. ഇല്ലങ്ങുന്നേ, അങ്ങുന്നിന്റെ ഈ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ ശിരസ് നമിക്കുന്നു. ഗുണാള, നീ പലതവണ നമ്മുടെ മുമ്പിൽ ശിരസ് നമിച്ചിട്ടുള്ളതാണ്. ഒടുവിൽ ഉപകാരസ്മരണ മറന്ന് നമ്മുടെ ശിരസ് പിടിച്ച് കുനിപ്പിക്കരുത്. ഇല്ലങ്ങുന്നേ. അങ്ങുന്നേ, 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 മീനാക്ഷി ജീവനോടെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. വിഷം കഴിച്ച മീനാക്ഷി ജീവനോടെ ക്ഷേത്രത്തിൽ വന്നു. ആ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടാ വരുന്നത് അങ്ങുന്നേ. അവൾക്കേ ലേശം കുലുക്കമില്ല അങ്ങുന്നേ. ഉഗ്രവിഷം കഴിച്ചിട്ടും മീനാക്ഷിക്ക് ജീവപായം സംഭവിച്ചില്ലെങ്കിൽ അവൾക്ക് വലിയ ദൈവാനുഗ്രഹമുണ്ടങ്ങനെ. വളരെ സൂക്ഷിച്ചു വേണം ഇനി അവളെ പരീക്ഷിക്കാൻ. എന്താ ഗുണാളൻ അവളെ ഭയമുണ്ടോ? ഭയമുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, ഇല്ലയോന്ന് ചോദിച്ചാ ഇല്ല. വളർമതിക്കോ? വിഷം ചേർത്ത് കൊടുത്തത് ഞാനല്ലേ അങ്ങുന്നേ. എനിക്ക് അല്പം ഭയം ഇല്ലാതില്ല. വിഡ്ഢി കഴുതകൾ! വിഷം ചേർത്ത് കൊടുക്കാൻ അനുവദിച്ച വകയിൽ ഭേദപ്പെട്ടൊരു സംഖ്യ നാമും കൈപ്പറ്റിയില്ലേ? എന്നിട്ട് നമുക്കൊരു ഭയമില്ലല്ലോ. അങ്ങനെയെങ്കിൽ മീനാക്ഷി രക്ഷപ്പെട്ടതിന്റെ രഹസ്യം എന്താണെന്നേ? ഉഗ്രവിഷമുള്ള സാധനമെന്ന് പറഞ്ഞ് ആരോ കൊടുത്ത ചൂർണമല്ലേ? അതൊട്ടും വിഷമില്ലാത്ത മറ്റെന്തോ ചൂർണമായിരുന്നു. അങ്ങനെ മീനാക്ഷി രക്ഷപ്പെട്ടു. അങ്ങനെ ചിന്തിക്ക് രണ്ടുപേരും. എന്താ? ആ, തൽക്കാലത്തെ ഒരു ആശ്വാസത്തിന് വേണ്ടി അങ്ങനെ തന്നെ ചിന്തിക്കാം. വളർമതി, ഇനിയുള്ള മീനാക്ഷിയുടെ ഓരോ ചലനങ്ങളും നീ ജാഗ്രതയോടെ നിരീക്ഷിക്കുക. സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും കണ്ടാൽ നീ ക്ഷണത്തിൽ നമ്മെ വിവരമറിയിക്കണം. ശരി അങ്ങുന്നേ.
ഗുണാള, ഇടയ ഗ്രാമത്തിൽ നിന്നും ഭഗവാൻ അഭിഷേകത്തിനുള്ള പാല് ഇതുവരെ എത്തിയിട്ടില്ല. നിത്യവും പാല് കൊണ്ടുവരുന്ന ആള് അസുഖം ബാധിച്ച് കിടപ്പിലാണെന്നറിഞ്ഞു. അഭിഷേകം മുടങ്ങാൻ പാടില്ല. ഗുണാളൻ ക്ഷണത്തിൽ ഇടയഗ്രാമത്തിൽ പോയി പാല് വാങ്ങി വരിക. ഓ പിന്നെ ഞാനങ്ങ് പാല് വാങ്ങാൻ പോവുകയല്ലേ. തിരുമേനി, എന്റെ ജോലി ദേഹണ്ണ പണിയാണ്. ഇടയ ഗ്രാമത്തിൽ ചെന്ന് പാല് വാങ്ങാനൊന്നും എന്നെ കിട്ടില്ല. ഗുണാള, അങ്ങനെ സ്വന്തം പണിയെ ചെയ്യൂന്ന് വാശി പിടിക്കുന്നത്. വേണ്ടി വന്നാൽ ക്ഷേത്രത്തിലെ മറ്റു പണികൾ കൂടെ ചെയ്യാൻ നാം തയ്യാറാവണം. തിരുമേനി ശാന്തിപ്പണിയല്ലാതെ മറ്റെന്താ വിശേഷിച്ച് ചെയ്യുന്നത്? പറയാം. ഒരു ദിവസം നാം ക്ഷേത്രം തുറക്കാൻ വന്നപ്പോ ശ്രീകോവിലിന്റെ മുറ്റത്ത് ഉണങ്ങിയ ഇലച്ചീന്തികളും പൂക്കളുമൊക്കെയായി ചവറ് കിടക്കുന്നത് ഞാൻ കണ്ടു. അടിച്ചു തളിക്കാരിക്ക് അന്ന് വരാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞു. നാം ചൂലെടുത്ത് അടിച്ചു വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും ക്ഷേത്രക്കുളത്തിൽ പോയി കുളിച്ചിട്ടാ ശാന്തി കയറിയത്. മുറ്റമടിക്കൽ നമ്മുടെ പണിയല്ലാന്ന് പറഞ്ഞ് നാം മുഖം തിരിച്ചു പോയില്ല. ആ സഹകരണ മനോഭാവം ദേഹണ്ണക്കാരന്റെ ഉണ്ടാവണം. ഇല്ല തിരുമേനി, എന്നോട് ദഹണ്ണ പണി മാത്രം ചെയ്താൽ മതിയെന്നാ മേലധികാരി പറഞ്ഞിരിക്കുന്നത്. നിവേദ്യ പായസം തയ്യാറാക്കാതെ പാല് വാങ്ങാൻ പോയാൽ മേലധികാരി എന്റെ മേക്കിട്ട് കയറും. പാല് വാങ്ങാൻ വേറെ ആളെ നോക്ക്. എന്താ തിരുമേനി വിഷമിച്ച് നിൽക്കുന്നത്? ആ ഗുണാളന്റെ ഒരു ധിക്കാരമേ. ഇടയ ഗ്രാമത്തിൽ പോയി അഭിഷേകത്തിനുള്ള പാല് വാങ്ങി വരാൻ പറഞ്ഞിട്ട് അയാൾ കൂട്ടാക്കുന്നില്ല. ഇന്ന് പാലഭിഷേകം മുടങ്ങൂല്ലോ ഭഗവാനെ. തിരുമേനി വിഷമിക്കണ്ട. ഇടയ ഗ്രാമത്തിൽ പോയി പാല് ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. വളരെ ഉപകാരം മീനാക്ഷി. ചേച്ചി, ചേച്ചി വരുന്നത് വരെ ഭസ്മത്തട്ടിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി. ശരി. മീനാക്ഷി, സൗഖ്യം തന്നെയാണല്ലോ? ഭഗവാന്റെ കൃപ കൊണ്ട് സൗഖ്യം തന്നെ. എന്തായാലും ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് സിദ്ധൻ തിരിച്ചെത്തിയല്ലോ. സന്തോഷമായി. ആട്ടെ, മീനാക്ഷി ഇപ്പോഴും താമസം ക്ഷേത്രത്തിൽ തന്നെയാണോ? അല്ല, ഇവിടെ അടുത്ത് വസുമതി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കുടിലിലാണ് താമസം. മീനാക്ഷിക്ക് സൗഖ്യമാണെന്ന് മീനാക്ഷി പറഞ്ഞെങ്കിലും എനിക്കെല്ലാം അറിയാം. വിഷമിക്കണ്ട. നീ അനുഭവിച്ച ദുരിതങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാവും. നിന്റെ ഭർത്താവ് പച്ചേമാൽ തിരിച്ചെത്തുന്നതായിരിക്കും. അതോടെ സമാധാനപൂർണമായ ഒരു ദാമ്പത്യ ജീവിതവും നിനക്കുണ്ടാവും. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷേ ഒരു പക്ഷയുമില്ല. മീനാക്ഷി സമാധാനിക്ക്. തൃക്കടയൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നേരെയാവും. ശംഭോ മഹാദേവ. മീനാക്ഷി, നല്ല ദാഹമുണ്ട്. ഇതിൽ നിന്ന് ഒരല്പം പശുവിൻ പാൽ കിട്ടിയിരുന്നെങ്കിൽ. ആ, അതിനെന്താ, തരാലോ. ക്ഷേത്രത്തിലേക്ക് വരുന്നില്ലേ? വരുന്നുണ്ട്. എനിക്ക് തൊട്ടടുത്ത ആശ്രമത്തിലൊന്ന് കയറണം. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തിക്കോളാം. ആയിക്കോട്ടെ. ആ. ചേട്ടാ, ഞാനൊരു കള്ളം കണ്ടുപിടിച്ച്. കള്ളോ? അതെന്താ? ക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യാനുള്ള പാല് വാങ്ങാനാണല്ലോ മീനാക്ഷി പോയത്. അതെ,
ആ വഴി കണ്ട ഒരു സിദ്ധനെ അവള് പാല് പകർന്നു കൊടുക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. അത്രേ ഉള്ളൂ. പാല് പകർന്നു കൊടുത്തത് ഒരു സാധാരണ വഴിപോക്കനല്ലല്ലോ, ഒരു സിദ്ധനല്ലേ. അതുകൊണ്ട് പുണ്യമേ ഉള്ളു വളർമതി. എന്നെ കൊണ്ട് വേണ്ടാത്തൊന്നും പറയിപ്പിക്കല്ലേ. എന്തു പറഞ്ഞാലും മീനാക്ഷിയെ ന്യായീകരിക്കുന്ന ഈ ദുഷിച്ച സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്കണം. പാല് സിദ്ധന് കൊടുത്തത് പുണ്യമാണെന്ന് ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ആണോ? ഭഗവാൻ അഭിഷേകം ചെയ്യാനുള്ള പാലാ. അതിൽ നിന്ന് കുറച്ച് സിദ്ധന് കൊടുത്തപ്പോഴേ ഫലത്തിൽ പാല് സിദ്ധന്റെ ഉച്ചിഷ്ടമായില്ലേ? ഉച്ചിഷ്ടമാണോ ഭഗവാൻ അഭിഷേകം ചെയ്യേണ്ടത്? ഉച്ചിഷ്ടമാണെങ്കിൽ അഭിഷേകം ചെയ്യാൻ പാടില്ല. ഞാൻ അത്രത്തോളം കടന്നു ചിന്തിച്ചില്ല വളർമതി. എന്നാ ചിന്തിക്കണം. മേലധികാരിയിൽ ചേട്ടന് സ്വാധീനം ഉണ്ടല്ലോ. ഉച്ചിഷ്ടമായ പാല് ഭഗവാൻ അഭിഷേകം ചെയ്താലുള്ള മഹാഭാവത്തെ കുറിച്ച് നമുക്ക് മേലധികാരിയെ അറിയിക്കാം. മീനാക്ഷിക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാം. അതിന് മേലധികാരിക്ക് മനസ്സുണ്ടാകാൻ തക്കവണ്ണേ ചേട്ടൻ സംസാരിക്കണം. എന്താ? സത്യം പറയാമല്ലോ വളർമതി, മഹാഭക്തയായ മീനാക്ഷിക്കെതിരായി നീങ്ങാൻ എനിക്ക് ഉത്ഭയമുണ്ട്. എന്നാലും വളർമതി പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. അനുസരിച്ചാ ചേട്ടന് കൊള്ളാം. വാ വാ, മേലധികാരി കാണാം. വാ, ഇറങ്ങി വാ. ഭഗവാൻ അഭിഷേകത്തിനുള്ള പാല് വഴിയിൽ കണ്ട ഏതോ സിദ്ധന് കൊടുത്തുന്നു. ആഹാ, അത്രയ്ക്കായോ തോന്നിവാസം? ഇടയ ഗ്രാമത്തിൽ പോയി പാല് വാങ്ങാൻ ഞാൻ വിസമ്മതിച്ചതാ. പക്ഷേ മീനാക്ഷി താല്പര്യത്തോടെ ആ ജോലി ഏറ്റെടുത്തപ്പോൾ തന്നെ എനിക്കെന്തോ പന്തികേട് തോന്നിയതാ. വഴിയിൽ കണ്ട സിദ്ധൻ അവളുടെ ഏതോ പഴയ ഇഷ്ടക്കാരനായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഭഗവാന്റെ നിവേദ്യപാല് മീനാക്ഷി ഉച്ചിഷ്ടമാക്കുമോ? വലിയ ശിവഭക്തി എന്ന് അഭിമാനിക്കുന്ന അവൾക്ക് ഒരു ലക്ഷ്യമേ ഉള്ളങ്ങുന്നേ. ദൈവകോപം ക്ഷണിച്ചു വരുത്തി ഭഗവാനെ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഓടിക്കുക. അതിന് അനുവദിച്ചു കൊടുക്കരുതങ്ങുന്നേ. ഇല്ല, അനുവദിക്കില്ല. അവളെ നാം ഒരു പാഠം പഠിപ്പിച്ചിരിക്കും. ഈ കരികാലന്റെ ശക്തി അറിയിച്ചിരിക്കും അവളെ. തിരുമേനി, ഇടയ ഗ്രാമത്തിൽ നിന്നും അഭിഷേകത്തിനുള്ള പാല് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായി, ഇനി അന്നേക്കൂ. മീനാക്ഷി, എന്താ മേൽശാന്തി? മീനാക്ഷി, വരുന്ന വഴിക്ക് അഭിഷേകത്തിനുള്ള പാല് ആർക്കെങ്കിലും കൊടുത്തോ? ചോദിച്ചത് കേട്ടില്ലേ? അഭിഷേകത്തിനുള്ള പാല് ആർക്കെങ്കിലും കുടിക്കാൻ കൊടുത്തോന്നു? കൊടുത്തു. ഭഗവാൻ അഭിഷേകത്തിനുള്ള പാല് പരിശുദ്ധമായിരിക്കണം. കണ്ണിൽ കണ്ട ഭിക്ഷക്കാർക്ക് ദാനം ചെയ്ത് അവശേഷിക്കുന്ന പാൽ അമ്പെ അശുദ്ധമാണ്. ഞാൻ പാൽ ദാനം ചെയ്തത് വലിയ ഭക്തനായ ഒരു ശിവപാദർക്കാണ്. ശിവപാദരുടെ ദാഹമകറ്റി ശേഷിക്കുന്ന പാലിന് ഒരു അശുദ്ധി ഉണ്ടാവില്ല. അധികാരി അദ്ദേഹം എന്ത് അവിവേകമായി കാണിച്ചത്? കാണിച്ചതല്ല, കാണിക്കാൻ പോകുന്നേയുള്ളൂ. അധികാരി അദ്ദേഹം അരുത്, അരുത്. പവിത്രമായ ക്ഷേത്രത്തിൽ വെച്ച്
മഹാശിവഭക്തയെ മീനാക്ഷിയെ തല്ലരുത്. പരമഭക്ത. शिवाय ओम नमः 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 शिवाय ചേച്ചി 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 എഴുന്നേക്ക് ചേച്ചി. ക്ഷേത്രത്തിനുള്ളിൽ മേലധികാരിയുടെ മർദ്ദനമേറ്റ് ഒരു സാധു ശിവഭക്ത ബോധരഗതിയായി നിലംപതിച്ചിരിക്കുന്നു. ഈ കാടത്തത്തിന് മേലധികാരി സമാധാനം പറയേണ്ടതായി വരും. അത് ഞാൻ പറഞ്ഞോളാം. ചേച്ചി എഴുന്നേക്ക് ചേച്ചി. അയ്യോ ചേച്ചി. മീനാക്ഷി, മോളെ മീനാക്ഷി, ചേച്ചി എഴുന്നേക്ക്. മോള് വിഷമിക്കാതെ. മീനാക്ഷിക്ക് ഒരു ആപത്തും വരില്ല. നോ ഇപ്പൊ വന്നേക്കാം. ചേച്ചി 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 എഴുന്നേക്ക്. തല്ലൽപ്പം കടുത്തുപോയങ്ങുനെ. മീനാക്ഷി ബോധം കെട്ട് കിടക്കുകയാണോ ചത്ത് കിടക്കുകയാണോ എന്ന് ആർക്കറിയാം? മീനാക്ഷി അങ്ങുന്നിന്റെ കണ്ണിലെ കരടായതുകൊണ്ടാണ് ഞങ്ങളും അവളെ വെറുക്കുന്നത്. എന്തൊക്കെയായാലും ഒരു മഹാശിവഭക്തി എന്ന പേരിൽ അവള് നാട്ടിൽ പ്രസിദ്ധയാണ് അങ്ങുന്നെ. വളർമതി പറഞ്ഞത് ശരിയാണ്. മീനാക്ഷിയെ പുതിയ മേലധികാരി തല്ലിക്കൊന്നു എന്ന് പുറത്തറിഞ്ഞാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ പല പരീക്ഷണങ്ങളെയും മീനാക്ഷി അതിജീവിച്ചു. ഇനി അവളെ നേരിടാൻ ഒരു കാരണം കാത്തിരിക്കുമ്പോഴാണ് ഗുണാളന്റെ വരവ്. അഭിഷേകത്തിനുള്ള പാല് മീനാക്ഷി വഴിപോക്കിന് കൊടുത്തു എന്ന് ഗുണാളൻ പറഞ്ഞത് ഞാനൊരു കാരണമായിട്ടെടുത്തു. അവളെ തല്ലി ചതയ്ക്കണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. ബോധം കെടുത്തണമെന്നോ കൊല്ലണമെന്നോ ഉദ്ദേശിച്ചില്ല. വലിയൊരു അപകടമുണ്ടെന്നെ ഞാനിപ്പോഴാ ഓർത്തത്. മഹാരാജന് വളരെ പ്രിയപ്പെട്ടവളാണ് മീനാക്ഷി. അഥവാ മീനാക്ഷി ചത്തുപോയാൽ രാജാവിൽ നിന്ന് അങ്ങയുടെ ശിരച്ഛേദം തന്നെ പ്രതീക്ഷിക്കാം. ഓ രാജാവിന് നമ്മെ ബഹുപദ്യമാണ്, കടുത്ത വിശ്വാസവുമാണ്. മീനാക്ഷി ചത്തതിന് രാജസമക്ഷം മറ്റൊരു കഥ കെട്ടിച്ചമച്ച് അവതരിപ്പിച്ച് നാം പുഷ്പം പോലെ രക്ഷപ്പെട്ടിരിക്കും. രാജാവ് നമ്മുടെ ശിരച്ഛേദം നടത്തുമത്രേ. കടന്ന് പൊയ്ക്കൊള്ളുക. മനസ്സ് വല്ലാതെ പതറുന്നല്ലോ. ആപത്താവുമോ നമുക്ക്? ചേച്ചി ചേച്ചി എഴുന്നേക്ക്. ഈശ്വര ചേച്ചി ചേച്ചി. ചേച്ചി എഴുന്നേക്ക്. ചേച്ചി ചേച്ചി. മോളെ മീനാക്ഷി, ചേച്ചി എഴുന്നേക്ക്. മീനാക്ഷി, മോളെ മീനാക്ഷി. ചേച്ചി എഴുന്നേക്ക്. ചേച്ചി
പറയൂ. എന്നാലും ആ മഹാദുഷ്ടൻ എന്ത് ക്രൂരതയാണ് മീനാക്ഷിയോട് കാട്ടിയത്? നന്നായി വേദനിക്കുന്നുണ്ടല്ലേ മീനാക്ഷി? ഇല്ല തിരുമേനി, മർദ്ദനം എത്ര വേണമെങ്കിലും സഹിക്കാം. പക്ഷെ ഭഗവാൻ ഏറ്റവും പഥ്യമായ പാലഭിഷേകം ഞാൻ കാരണം മുടങ്ങിപ്പോയല്ലോ തിരുമേനി. ആ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ശിവപാതനായ ഒരു സിദ്ധന് ദാഹം ശമിക്കാൻ ഒരിറ്റ് പാൽ നൽകിയതാണോ ഞാൻ ചെയ്ത കുറ്റം? പാലഭിഷേകം മുടങ്ങി എന്ന കുറ്റബോധം എന്നിൽ ഏൽപ്പിച്ച് എന്നെ ഇങ്ങനെ തീറ്റിക്കുന്നത് എന്തിനാണ് മഹാദേവ? എന്റെ വേദനയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവില്ല ഭഗവാനെ.